വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവും അതിശയിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും. നിലമ്പൂർ ഫാസ്റ്റ് ഏതെടുത്താലും 199 രൂപ മാത്രം. 199 രൂപയുടെ മഹാത്ഭുതം. ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ ഗ്രൗണ്ട്, കോടതിപ്പടി, മഞ്ചേരി റോഡ്, നിലമ്പൂർ. പിട്ടാപ്പിള്ളിൽ ഏജൻസി, വെള്ളിയൻതോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. വരൂ, നിങ്ങളുടെ ഇഷ്ടവാഹനം ഏറ്റവും വിശ്വസ്തയോടുകൂടി തെരഞ്ഞെടുക്കൂ. ഓട്ടോ പാലസ്, ഊട്ടി മെയിൻ റോഡ്, കലാസാഗർ, എടക്കര. ഫോൺ 9539107485. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പു നൽകുന്നു. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. പരമ്പരാഗത രുചിയോടെ മൃദുവായ ഇഡ്ലിയും മുരിഞ്ഞ ദോശയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അടുക്കളയിൽ നിറയട്ടെ ഉന്നതമായ രുചിയും ഗുണനിലവാരവും. കുടുംബത്തിൽ പുലരട്ടെ ആരോഗ്യവും സന്തോഷവും. രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വൺ TV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. വർഷങ്ങളായി സംസ്ഥാനത്തെ അധ്യാപകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് സർക്കാർ പരിഹാരം കാണുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്തും ജില്ലാ ഭരണകൂടവും സംയുക്തമായി നടപ്പിലാക്കുന്ന ജനസാക്ഷ്യം അദാലത്ത് ഓഗസ്റ്റ് 1 വണ്ടൂരിൽ നടക്കും. അദാലത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവലോകന യോഗം വണ്ടൂരിൽ ചേർന്നു. കോൺഗ്രസ് അക്രമകലാപങ്ങൾക്കെതിരെ പ്രതിഷേധം. BJP ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂരിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. വാണിയമ്പലത്ത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ തകർന്ന് ശുദ്ധജലം പാഴാകാൻ തുടങ്ങിയിട്ട് 8 മാസം. ജില്ലാ ഭരണകൂടത്തിനടക്കം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയുമില്ല. വിശദമായ വാർത്തകളിലേക്കാണ് പ്രേക്ഷകരെ. വർഷങ്ങളായി സംസ്ഥാനത്തെ അധ്യാപകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് സർക്കാർ ശാശ്വതമായ പരിഹാരം കാണുമെന്ന് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ പറഞ്ഞു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സംസ്ഥാന സർക്കാരിന്റെ ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇവിടെ ഇപ്പം നമ്മൾ ചേരുമ്പോഴും 14 ജില്ലകളിലും നമ്മളിത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കുകയാണ്. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നു. അങ്ങനെ പിന്നെ അവിടെയൊക്കെ യോഗം നടക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് പ്രധാനമായും ഡിജിറ്റൽ സ്ക്വയർ ഈ 100 ദിന കർമ്മ പരിപാടിയിലുള്ള ഒരു പദ്ധതിയാണ്. 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ IT പഠനം നിലവിലുണ്ടെങ്കിലും LP UP തലങ്ങളിൽ ഇത് പലപ്പോഴും വേണ്ടത്ര കാര്യക്ഷമമായിട്ട് നടക്കുന്നില്ല. അതൊരു വസ്തുതയാണ്. അപ്പോൾ അതിൻ്റെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാങ്കേതിക വിദ്യയുടെ സാധ്യതകളും അതിലൂടെയുള്ള പഠനാവസരങ്ങളും എല്ലാ വിഭാഗം കുട്ടികളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഡിജിറ്റൽ സ്ക്വയർ എന്ന ആശയം ഇവിടെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അത് പിന്നെ 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് ഈ കളികളിലൂടെയുള്ള പഠനം, സർഗാത്മക സ്വയം പഠനശേഷി, സർഗാത്മകത എന്നിവ വളർത്തിയെടുക്കാനാണ് ഡിജിറ്റൽ സ്ക്വയർ വഴി ലക്ഷ്യമിടുന്നത്. അപ്പോൾ അതിൻ്റെ മറ്റ് നോംസൊക്കെ പിന്നീട് വരും.
അധ്യാപകർക്ക് നിയമന അംഗീകാരം ലഭിക്കാത്തത്, ഭിന്നശേഷി നിയമനം തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് സർക്കാർ ശ്രമം. സ്കൂളുകളുടെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് പ്രായോഗികമല്ലാത്ത നിബന്ധനകൾ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. ഇത് പരിഹരിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ചർച്ച ചെയ്യും. സൈബർ സുരക്ഷയെക്കുറിച്ച് കുട്ടികളിൽ അവബോധം ഉണ്ടാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഇതിനായി സൈബർ സുരക്ഷാ പ്രോട്ടോകോൾ ഉണ്ടാക്കും. വിദ്യാർത്ഥികൾ ഓരോ ക്ലാസ്സിലും പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനുള്ള സംവിധാനവും ഉണ്ടാകും. സർക്കാരിന്റെ 100 ദിന കർമ്മപരിപാടിയിൽ ഉൾപ്പെടുത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന 16 പദ്ധതികൾ 100 ദിവസത്തിനകം തന്നെ യാഥാർത്ഥ്യമാക്കും. കുട്ടികളുടെ എണ്ണക്കുറവ് കാരണം ഡിവിഷൻ ഫാൾ ഉണ്ടായി അധ്യാപകരുടെ ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ അധ്യാപക വിദ്യാർത്ഥി അനുപാതം 40 ആക്കുന്നതിൻ്റെ സാധ്യത സർക്കാർ പരിശോധിക്കും. അതുപോലെ 500 വിദ്യാർത്ഥികൾക്ക് ഒരു കായിക അധ്യാപകൻ എന്നത് 300 വിദ്യാർത്ഥികൾക്ക് ഒരു കായിക അധ്യാപകൻ എന്നാക്കി സർക്കാർ ഉത്തരവായിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പിന്നെ ഇപ്പോൾ ഞാനും നിങ്ങളൊക്കെ കേൾക്കുന്ന ഒരു ചെറുതല്ല ഗൗരവമായ ഒരു ആക്ഷേപം. 10ാം ക്ലാസ് പാസ്സായ കുട്ടി എഴുതാനും വായിക്കാനും അറിയുന്നില്ല എന്ന് പലരും പറഞ്ഞു തുടങ്ങി. ആദ്യം പറഞ്ഞത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് വിദ്യാഭ്യാസ സെക്രട്ടറി തന്നെയാണ് ഒരു മീറ്റിംഗിൽ. 10ാം ക്ലാസ് പാസ്സായി, പക്ഷെ കുട്ടിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല, അടിസ്ഥാന ഗണിതം അറിയില്ല എന്നൊക്കെ പറഞ്ഞു. അല്ല, ഞാനതിലെ ഗവൺമെന്റുകളുടെ വ്യത്യാസമൊന്നുമല്ല പറയുന്നത്. അപ്പോൾ വിദ്യാഭ്യാസ സെക്രട്ടറിക്ക് പോലും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായി എന്നുള്ളതാണ് അതിന്റെ പോയിന്റ്. പിന്നെ നമ്മുടെ സാംസ്കാരിക രംഗത്തുള്ള പലരും വിമർശനാത്മകമായിട്ട് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇതൊരു പൊതുവൽക്കരിക്കേണ്ട വിഷയമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അങ്ങനെ പിന്നെ വ്യാപകമായിട്ട് ഇന്നത്തെ കുട്ടികളൊക്കെ എഴുതാനും വായിക്കാനും അറിയാത്തവരാണ്, അല്ലെങ്കിൽ അടിസ്ഥാന ഗണിതം അറിയാത്തവരാണ് എന്ന അഭിപ്രായം എനിക്കില്ല. നമ്മളെക്കാൾ മിടുക്കന്മാരാണ് നമ്മളുടെ ഈ പുതിയ തലമുറ. നമ്മുടെ മക്കൾ അല്ലെങ്കിൽ പേരമക്കളായിട്ടുള്ള ഈ തലമുറ നമ്മളെക്കാൾ മിടുക്കന്മാരാണ്, അതിലൊന്നും തർക്കമില്ല. ഫുൾ A+ കിട്ടുന്ന കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ നല്ല കാലിബർ ഉണ്ടെങ്കിലേ അങ്ങനെ കിട്ടൂ. അപ്പോൾ അതിനൊന്നും തർക്കമില്ല. പക്ഷെ ഈ ഒരു ആക്ഷേപമുണ്ട്. അപ്പോൾ അത് പരിശോധിക്കാൻ അല്ലെങ്കിൽ അത് പരിഹരിക്കാൻ, ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നമ്മൾ താരാപഥം എന്ന പേരിൽ ഒരു പ്രോജക്റ്റ്, അതാത് ക്ലാസ്സുകളിൽ ആർജിക്കേണ്ട വിവരം അതാത് ക്ലാസ്സിൽ ആർജിച്ചിട്ടുണ്ടോ എന്ന് വിലയിരുത്താനുള്ള ഒരു പദ്ധതി, ഒരു സ്കീം ഈ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ PK അസ്ലു, ഷാഹിന നിയാസി, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ K ശ്രീജ ഗോപിനാഥ്, കൈറ്റ് ജില്ലാ കോർഡിനേറ്റർ മുഹമ്മദ് ഷെരീഫ് എന്നിവർ സംബന്ധിച്ചു. പൊതുജനങ്ങളുടെ പരാതികൾ വേഗത്തിൽ പരിഹരിക്കുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്തും ജില്ലാ ഭരണകൂടവും സംയുക്തമായി നടത്തുന്ന ജനസാക്ഷ്യം അദാലത്ത് ഓഗസ്റ്റ് 1 വണ്ടൂരിൽ നടക്കും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വണ്ടൂർ ഡിവിഷൻ യോഗം വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഹാളിൽ ചേർന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P ജബ്ബാർ ഹാജി അവലോകന യോഗം ഉദ്ഘാടനം ചെയ്തു. ഈ കിട്ടിയ സുവർണ അവസരം മെമ്പർമാരും ഉപയോഗപ്പെടുത്തണം. അതിന് അതാത് പഞ്ചായത്ത് പ്രസിഡന്റുമാരും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും നേതൃത്വം കൊടുക്കണം. ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അതിന്റെ പൂർണ്ണമായ അറിവുണ്ടാവും. എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടുണ്ടാവും. അങ്ങനെ ആവുമ്പോൾ ഈ ഒരു അവസരത്തെ ഉപയോഗിക്കണം. ഞങ്ങളിത് ഉദ്ഘാടനം കഴിഞ്ഞപ്പോഴേക്ക് തന്നെ MLA-മാരൊക്കെ വിളിച്ചു, മഞ്ഞളാംഗി വിളിച്ചു, TV വിളിച്ചു. എനിക്ക് വേണം ഞങ്ങളുടെ മണ്ഡലത്തിൽ പോകണം. എന്റെ മണ്ഡലം മുന്നോട്ടി പോലും MLA ഡേറ്റ് വേണം, ഡേറ്റ് ഉള്ളത്. ഞങ്ങള് ബഹുമാനപ്പെട്ട മന്ത്രി അനിൽകുമാർ ആണ്, അദ്ദേഹത്തിന്റെ വകുപ്പാണ് റവന്യൂ, അദ്ദേഹത്തിന്റെ കീഴിലാണ് കുറേയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുക. അതുമല്ല റവന്യൂ വകുപ്പിന്റെ ചുമതലയാണ്. സത്യത്തിൽ ജില്ലാതലക്കാരനെ പോലും അദ്ദേഹത്തിന്റെ അനുവാദം വാങ്ങിയാണ് ഹൈക്കോടതി ചെയ്യിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു താല്പര്യം വണ്ടൂര് അയാൾ കൊള്ളാം എന്നുള്ളതാണ്. ഇപ്പം മുസ്തഫ ലത്തീഫ് അവിടേക്ക് വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇവിടെ വേണം, ഇവിടെ അയച്ചിട്ട് പോരെ അവിടെ എന്നൊരു അഭിപ്രായം ബഹുമാനപ്പെട്ട മന്ത്രി പ്രകടിപ്പിച്ചപ്പോ പിന്നെ ഇവിടെ വെക്കണം. അങ്ങനെയാണ് ജമീല മെമ്പറാണെങ്കിലും അതിശക്തമായി അതിന്റെ കൂടെ തന്നെ ഇനി ഫസ്റ്റ് ഇനി രണ്ടാമത് മണ്ഡലം തല നിയോജക മണ്ഡലം ഉദ്ഘാടനം വണ്ടൂർ തന്നെ എന്റെ ഡിവിഷനിൽ വേണമെന്ന് പ്രിയപ്പെട്ട ഞങ്ങളുടെ ക്ഷേമകാര്യ ചെയർപേഴ്സൺ ആലിമല ജമീല വളരെ നിർബന്ധം പറഞ്ഞു. അങ്ങനെ ഇങ്ങോട്ട് മാറി. ഇന്നലെ വരെ അതിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാനും പ്രിയപ്പെട്ട അജ്മലും തിരുവനന്തപുരത്തുണ്ടായിരുന്നു. പിന്നെ രാഹുൽ ഗാന്ധി അവിടെ തിരുവനന്തപുരത്ത് വരുമ്പോൾ മന്ത്രിയുടെ ചെറിയ വ്യത്യാസം ഉണ്ടാവും തോന്നിയിരുന്നു. പക്ഷെ ഇന്നലെ അവിടെ കൺഫേംഡ് ആയത് ഇല്ല. 1-ാം തീയതി ഇവിടെ കൺഫേം ആയി. അതുകൊണ്ട് ബാക്കിയുള്ള പ്രവർത്തനത്തിൽ ലേശം, അതായത് നേരത്തെ നിങ്ങളൊക്കെ ആ ഫോമുകളൊക്കെ എത്തിക്കുമായിരുന്നു. ഇപ്പം ഇന്ന് എല്ലാ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യും. നിങ്ങൾ പ്രശ്നമില്ല, 2-3 ദിവസം കൊണ്ട്
ഈ ആളുകളൊക്കെ ചേർത്താണ്. CN ഓഡിറ്റോറിയത്തിൽ അദാലത്ത് റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. രാവിലെ 9:30 മുതൽ 1:30 വരെ പരാതികൾ സ്വീകരിക്കും. എല്ലാ അദാലത്തുകളിലും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ കളക്ടറും 46 വിവിധ വകുപ്പ് മേധാവികളും ഉപമേധാവികളും പങ്കെടുക്കും. പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ ആലിപ്പറ്റ ജമീല അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KT അജ്മൽ, ബ്ലോക്ക് പ്രസിഡന്റ് K അമൃത, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ KT ഷംസുദ്ദീൻ, PR രോഹിൽനാഥ്, KK പുഷ്പവല്ലി, സുമാ താരിയൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് P മുഹമ്മദ് അലി എന്നിവർ പങ്കെടുത്തു. രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കുവാൻ കോൺഗ്രസ് നടത്തിയ അക്രമ കലാപ ശ്രമങ്ങൾക്കെതിരെ BJP മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂരിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. പ്രതിഷേധ പ്രകടനം BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് PR രശ്മിൽനാഥ് ഉദ്ഘാടനം ചെയ്തു. തികച്ചും ധാർമ്മികപരമായിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീമാൻ ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് രാജിവെച്ചിട്ടുള്ളത്. ഈ രാജ്യത്തോടുള്ള പ്രതിബദ്ധത അദ്ദേഹം വീണ്ടും കാണിച്ചിരിക്കുകയാണ്. അതേസമയത്ത് ഇവിടുത്തെ കോക്രോച്ച് ജനതാ പാർട്ടി ഇനി എന്ത് പേരിലാണ് സമരം ചെയ്യുക? അവർക്ക് അട്ടിമറിക്കാൻ വേണ്ടി, അവരെ സഹായിക്കാൻ വേണ്ടി ചെന്നുള്ള കോൺഗ്രസുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും ഒക്കെ അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് ഞങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. ആ സമരരംഗത്ത് എത്തിയിട്ടുള്ള ആളുകളുടെ നിരവധി ബൈക്കുകൾ ഇവിടുത്തെ ഓൺലൈൻ മാധ്യമങ്ങളും മറ്റ് പത്രദൃശ്യ മാധ്യമങ്ങളും എടുത്തുകൊണ്ട് പുറത്തുവിടുകയുണ്ടായി. ഈ കേരളത്തിൽ നിന്നടക്കം നിരവധി ആളുകളാണ് സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എന്ന പേരിൽ എത്തിയിട്ടുള്ളത്. അവർക്ക് ആർക്കെങ്കിലും നീറ്റ് എന്താണെന്ന് പറയാൻ സാധിക്കുന്നുണ്ടോ? നീറ്റിന്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ? അതിൽ ആരൊക്കെയാണ് വിദ്യാർത്ഥികളായിട്ടുള്ളത്? നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ആരെങ്കിലും ആ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിലമ്പൂർ റോഡിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം വണ്ടൂർ ഗാന്ധിപ്പള്ളി സ്ക്വയറിൽ സമാപിച്ചു. സുധീഷ് ഉപ്പട ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സജി ശങ്കർ, ബിജു M സാമുവൽ, അഡ്വക്കേറ്റ് N ശ്രീപ്രകാശ്, PK ഷിനോജ് പണിക്കർ, സംസ്ഥാന സമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് മോഹൻ ജോർജ്, KC വേലായുധൻ, മേഖലാ നേതാക്കളായ അഡ്വക്കേറ്റ് KP ബാബുരാജ്, TK അശോക് കുമാർ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. നിരവധി പ്രവർത്തകരാണ് പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തത്. വണ്ടൂർ വാണിയമ്പലത്ത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാക്കാൻ തുടങ്ങിയിട്ട് 8 മാസം പിന്നിടുകയാണ്. നിരവധി തവണ അധികാരികൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതികൾ നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഇല്ലെന്ന് നാട്ടുകാർ പറയുന്നു. വാണിയമ്പലം താളിയംകുണ്ട് റോഡിലാണ് പൈപ്പ് പൊട്ടി മാസങ്ങളായി കുടിവെള്ളം പാഴാവുന്നത്. ദിവസേന ലിറ്റർ കണക്കിന് ശുദ്ധജലമാണ് സമീപത്തെ ഓടയിലേക്ക് ഒഴുകി നശിക്കുന്നത്. പ്രദേശത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ രൂക്ഷമായ ദുർഗന്ധവും കൊതുക് ശല്യവും കാരണം നാട്ടുകാർ വലിയ ദുരിതത്തിലാണ്. റോഡ് തകർച്ചയ്ക്കും രോഗഭീഷണിക്കും കാരണമായ ഈ വിഷയത്തിൽ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ തന്നെ വാട്ടർ അതോറിറ്റി ഓഫീസിലും പഞ്ചായത്ത് സെക്രട്ടറിക്കും നാട്ടുകാർ പരാതി നൽകിയിരുന്നു. എന്നാൽ യാതൊരു നടപടിയും ഉണ്ടാകാത്തതിനെ തുടർന്ന് മലപ്പുറം ജില്ലാ കളക്ടർക്കും പരാതി സമർപ്പിച്ചു. മാസം പലത് കഴിഞ്ഞിട്ടും തകരാർ പരിഹരിക്കുവാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇതുവരെ സ്ഥലത്തെത്തിയിട്ടില്ലെന്ന് പ്രദേശവാസികൾ കുറ്റപ്പെടുത്തുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യപടി എന്നുള്ളവർക്ക് കഴിഞ്ഞ മാർച്ചിൽ വണ്ടൂര് വാട്ടർ അതോറിറ്റിന്റെ എഞ്ചിനീയർക്കും പിന്നെ വണ്ടൂർ പഞ്ചായത്ത് സെക്രട്ടറിക്കും കംപ്ലൈന്റ് അയച്ചു. 15 ദിവസം കഴിഞ്ഞിട്ടും അതിന് റിപ്ലൈ ഒന്നും വരാത്തപ്പോൾ ബഹുമാനപ്പെട്ട ഒരു പഞ്ചായത്ത് 8ാം വാർഡ് മെമ്പർ അബ്ബാസാജിന്റെ ലെറ്റർ പേഡിൽ ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലാ കളക്ടർക്ക് കംപ്ലൈന്റ് കൊടുത്തു. എല്ലാം രേഖാമൂലം കംപ്ലൈന്റ് കൊടുത്തതും ഒരു റെസ്പോൺസും ഉണ്ടായില്ല. വേനൽക്കാലമായ അവിടെ അഴുക്കുചാല് കെട്ടിക്കടന്ന് മലിനജലമാണ്, കൊതുകുകൾ പെരുകയാണ്. മഴക്കാലമാകുമ്പോൾ മറ്റേ വെള്ളത്തിന്റെ കൂടെ ഇങ്ങനെ ഒലിച്ചു പോവാണ്. അപ്പൊ ഇത് ഈ പ്രതിസന്ധി പരിഹരിക്കണം എന്നുള്ളൊരു ആവശ്യം നമുക്കുള്ളത്. ഒരു പ്രാവശ്യം വന്നിട്ട് ഇവിടെ ഒരു കുഴി കുഴിച്ചു, അത് കംപ്ലൈന്റ് കണ്ടെത്താതെ അവർ മടങ്ങിപ്പോയി. എന്നിട്ട് ആ കുഴിയിലൊരു ബൈക്കാരൻ വീണു. പിന്നെ മെമ്പർ വിളിച്ചു പറഞ്ഞതിന് ശേഷം JCB എന്തോ വന്നാണ്ട് ആ കുഴിയാണ് അടച്ചു. അപ്പോഴും കംപ്ലൈന്റ് അവിടെ നിലയ്ക്ക് തീർന്നിട്ടില്ല. അപ്പൊ അത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടണം, അതാണ് ഇവിടെ ആവശ്യം. ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളം പാഴാകുന്നതിന് അടിയന്തരമായി പരിഹാരം വേണമെന്ന് P നസീം, M അബ്ബാസ് ഹാജി, KT കുഞ്ഞാലി, M ഹുസൈൻ എന്നിവർ ആവശ്യപ്പെട്ടു. ഒരിടവേളയാണ് പ്രേക്ഷകരെ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകളിലേക്ക് മടങ്ങി വരാം.
₹1 നിലമ്പൂരിൽ 20 ലിറ്റർ ബക്കറ്റ് ഉൾപ്പെടെ ഒരു വലിയ മുറവും ഡസ്റ്റ് പാനും മഗ്ഗും ബേസിനും ഉൾപ്പെടെ 5 ഗൃഹോപകരണങ്ങൾ അടങ്ങുന്ന ഒരു മെഗാ സെറ്റ് ₹1 ജൂലൈ 10 മുതൽ ജൂലൈ 14 വരെ നിലമ്പൂരിൽ ആരംഭിക്കുന്ന ₹199 മഹാത്ഭുതത്തിൽ ആദ്യമെത്തുന്ന 500 പേർക്ക് വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ, ബാഗുകൾ, ടോയ്സുകൾ, ഗിഫ്റ്റ് ഐറ്റംസുകൾ, സ്റ്റീൽ, പ്ലാസ്റ്റിക്, അലുമിനിയം, നോൺ സ്റ്റിക് ഗ്ലാസ് വെയർ ഗൃഹോപകരണങ്ങൾ ഏതെടുത്താലും ₹199 മാത്രം. അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവും അതിശയിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും. നിലമ്പൂർ ഫെസ്റ്റ് ഏതെടുത്താലും ₹199 മാത്രം. ₹199 മഹാത്ഭുതം. ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ ഗ്രൗണ്ട്, കോടതിപ്പടി, മഞ്ചേരി റോഡ്, നിലമ്പൂർ. പിട്ടാപ്പിള്ളിൽ ഏജൻസി, വെള്ളിയൻതോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. ഇരുപത്തിയഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യത്തോടെ എടക്കരയുടെ അഭിമാനമായ ഓട്ടോ പാലസ് കൂടുതൽ സവിശേഷതകളോടെ പ്രവർത്തനം തുടരുന്നു. ഏറ്റവും ഗുണനിലവാരത്തോടെ സെക്കൻഡ് ഹാൻഡ് ബൈക്കുകൾ, കാറുകൾ എന്നിവ ഇനി യഥേഷ്ടം സ്വന്തമാക്കാം. വാഹനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ട്രെയിലർ സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. വരൂ, നിങ്ങളുടെ ഇഷ്ടവാഹനം ഏറ്റവും വിശ്വസ്തയോടുകൂടി തെരഞ്ഞെടുക്കൂ. ഓട്ടോ പാലസ്, ഊട്ടി മെയിൻ റോഡ്, കലാസാഗർ, എടക്കര. ഫോൺ 9539107485. നിങ്ങളുടെ പ്രഭാതത്തെ കൂടുതൽ രുചികരവും ആരോഗ്യകരവുമാക്കാൻ രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. 100% ഗുണമേന്മ ഉറപ്പാക്കി പ്രത്യേകം തെരഞ്ഞെടുത്ത അരിയുഴുന്ന്, ഉലുവ എന്നിവ ചേർത്ത് ശുദ്ധീകരിച്ച വെള്ളം ഉപയോഗിച്ച് ഹൈജീനിക് പ്ലാന്റിൽ തയ്യാറാക്കിയതാണ് രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. ഇനി പരമ്പരാഗത രുചിയോടെ മൃദുവായ ഇഡ്ലിയും മൊരിഞ്ഞ ദോശയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അടുക്കളയിൽ നിറയട്ടെ ഉന്നതമായ രുചിയും ഗുണനിലവാരവും. കുടുംബത്തിൽ പുലരട്ടെ ആരോഗ്യവും സന്തോഷവും. രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, വണ്ടൂർ. പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ AC, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, LED TV, മിക്സി, ചിമ്മിനി ആൻഡ് ഹോബ്, ഓവൻ, സ്റ്റൗ, കുക്കർ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, എയർ കൂളർ, ഫാൻ, ഹോം തിയേറ്റർ, ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങി എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പു നൽകുന്നു. മാത്രമല്ല, പലിശരഹിത EMI സൗകര്യവും ലഭ്യമാണ്. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931 248 535 9447 338 503.
എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ്. വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്. ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. പിട്ടാപ്പിള്ളിൽ ഏജൻസി, വെള്ളിയൻതോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. വാർത്തകൾ തുടരുകയാണ്. കുടുംബശ്രീ ജില്ലാ മിഷൻ മലപ്പുറത്തിന്റെ നേതൃത്വത്തിൽ പോരൂർ കുടുംബശ്രീ മോഡൽ CDS FNHW സ്റ്റോപ്പ് ഡയറി ക്യാമ്പയിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഭക്ഷണം, പോഷകം, ആരോഗ്യം, ശുചിത്വം എന്നിവ മുൻനിർത്തിയാണ് പഞ്ചായത്ത് ഹാളിൽ ഈ ഒരു ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് KK പുഷ്പവല്ലി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ വെള്ളം കുടിക്കുക, നമ്മുടെ ആരോഗ്യത്തെ നല്ലപോലെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ സ്ലിം ബ്യൂട്ടിയാണ് ഇപ്പോൾ ആവശ്യം. അപ്പൊ എല്ലാവരും ഭക്ഷണം മുടക്കുകയാണ്. അങ്ങനെ അനീമിക്കായി മാറുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അതിനൊക്കെ നമ്മുടെ രക്ഷിതാക്കൾ അതുപോലെ ബേക്കറികൾ കഴിക്കും. സ്കൂളിൽ വന്നാൽ ബേക്കറിയാണ് ആവശ്യം, വേറെ ഒന്നും വേണ്ട. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് വന്നാൽ രാവിലത്തെ പലക്കാലത്തേക്ക് അതായിരുന്നു കഴിച്ചിരുന്നത്. ഇപ്പൊ എല്ലാവർക്കും ബേക്കറിയാണ് ആവശ്യം. എന്നൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് നമ്മുടെ ഇലക്കറികളും എല്ലാം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഇപ്പൊ ഇവിടെ താഴത്ത് ഇന്നലെ ഉണ്ടായിരുന്നു സംരംഭകരുടെ മേള, ഒരു 10 തോരൻ, അതുപോലെ വിചിത്രങ്ങളായ പോഷക ആഹാരങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരുന്നു. അതുപോലെ നമ്മുടെ വീട്ടിലും കിട്ടാവുന്ന ഇലകളൊക്കെ വെച്ചും എല്ലാം പോഷക സമൃദ്ധമായ കുട്ടികളെയും ശീലിപ്പിക്കുക, നമ്മൾ കഴിക്കുക. അങ്ങനെ വെറും ഫാസ്റ്റ് ഫുഡിലേക്കൊന്നും ഇല്ലാതെ നമ്മുടെ ആഹാരക്രമങ്ങൾ നല്ല രീതിയിൽ നടക്കുക. ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടെങ്കിലേ നമുക്ക് പൈസ എത്ര ഉണ്ടായിട്ടും കാര്യമില്ല. നമുക്ക് ആരോഗ്യമാണ് ആവശ്യം. നിലനിർത്താൻ എല്ലാവരും ശുചിത്വത്തിന്റെ കാര്യത്തിലായാലും വ്യക്തി ശുചിത്വവും അതുപോലെ പരിസര ശുചിത്വവും നമ്മുടെ ഹരിതകർമ്മസേന ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നതിലൂടെ ഒരു പരിധിവരെ പരിസര ശുചിത്വം നിലനിർത്താൻ കഴിയുന്നത്. ചടങ്ങിൽ CDS ചെയർപേഴ്സൺ PK ഭാഗ്യലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. ഡയറി രോഗങ്ങളുടെ സംരക്ഷണം, തടയൽ, ചികിത്സ എന്നിവയെക്കുറിച്ച് പോരൂർ കുടുംബ ആരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ അമൃത ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഷാം, FNHW RP MP കല്യാണി, സാമൂഹിക ഉപസമിതി കൺവീനർ നിഷ, വസന്ത, കുടുംബശ്രീ ആരോഗ്യ വളണ്ടിയർമാർ, അംഗൻവാടി ഹെൽപ്പർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി കാളികാവ് താലൂക്കിന്റെ ആഭിമുഖ്യത്തിൽ മാനിഷാദ എന്ന പേരിൽ രാമായണ സംവാദ സംഗമം സംഘടിപ്പിച്ചു. വണ്ടൂർ PRG ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടത്തിയത്. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി രക്ഷാധികാരി M കദമ്മൻ നമ്പൂതിരിപ്പാടാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഒരു അരക്ഷിതത്വ ബോധം, ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാവുമ്പോഴാണല്ലോ നമ്മളെ രക്ഷിക്കാൻ പ്രാപ്തിയുള്ള ഒരാളെ അടുത്ത് പോയി താമസിപ്പിക്കുക. രാമനതുണ്ടോ? ഇല്ല. പിന്നെന്താ? ഉണ്ടെങ്കിൽ വനവാസാവുമോ? ആവില്ല. അതുകൊണ്ട് രാമൻ പോയി എന്ന് മാത്രമല്ല, ഇവിടെയാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. ശ്രീരാമനോട് വനവാസികളായ മഹർഷിമാർ നിർദ്ദേശിച്ചതനുസരിച്ച് ഏറ്റവും ഉചിതമായൊരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ താമസമുറപ്പിച്ചു. വളരെ പണിപ്പെട്ടിട്ടാണ് പർണശാലയൊക്കെ ഉണ്ടാക്കിയത് ചിത്രകൂടത്തിൽ. പക്ഷേ വിവരങ്ങളെല്ലാം അറിഞ്ഞ ഭരതൻ ശ്രീരാമനെ വനവാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനും രാജാവായി അഭിഷേകം ചെയ്യാനും വേണ്ടി സൈന്യത്തോടുകൂടി വനത്തിലേക്ക് ചെന്നു. രാമന്റെ വാസസ്ഥാനം കണ്ടുപിടിച്ചു. രാമനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ആകാവുന്ന പരിശ്രമങ്ങളൊക്കെ ചെയ്തു. അന്നാണ് ലോകത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഈ ഉപവാസ സത്യാഗ്രഹം നടന്നത്.
ഈ പാറ്റയും കോഴിയും പൂച്ചയൊന്നുമല്ല, ശരിക്കുള്ള സത്യാഗ്രഹം. മറ്റത് സ്വിഗ്ഗിയിലൊക്കെ ഓർഡർ ചെയ്തിട്ടുള്ള സത്യാഗ്രഹമാണ്, അതല്ല. ശരിയായ സത്യാഗ്രഹം, ഉപവാസം ആദ്യമുള്ളതാണ്. കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി ചിദാനന്ദപുരി സ്വാമികൾ സംശയ നിവാരണ പ്രഭാഷണം നടത്തി. യോഗത്തിൽ ബി രവിപ്രസാദ് അധ്യക്ഷത വഹിച്ചു. കാളികാവ് താലൂക്ക് സെക്രട്ടറി പി കെ മധുസൂദനൻ, താലൂക്ക് മാതൃസമിതി പ്രസിഡന്റ് ഉഷ വിജയൻ എന്നിവർ പ്രസംഗിച്ചു. വിവിധ മേഖലകളിൽ നിന്നും നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. പരിപാടിക്ക് ശേഷം കർക്കിടക ഔഷധ കഞ്ഞി വിതരണവും നടത്തി. വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ LSS, USS, SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വണ്ടൂർ CK മുബാറക് മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് KT ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഈ പരിപാടി നമ്മുടെ ഈ വർഷത്തെ വിജയികൾക്ക് ഉള്ളതിനേക്കാൾ അടുത്ത പ്രാവശ്യം ഇതിലേറെ കൂടുതൽ വിദ്യാർത്ഥികൾ ജയിച്ചു വരണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. അതുപോലെ രക്ഷകർത്താക്കളും ഇതിന് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഇത്രയും കുട്ടികൾക്ക് നമുക്ക് ഇവിടെ ജയിക്കാൻ പറ്റിയത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയത് വാണിയമ്പലം സ്കൂളാണ്. ഒരു സ്കൂളും മാത്രമല്ല, തൊട്ടു പിന്നാലെ മറ്റു എല്ലാ സ്കൂളുകളും ഉണ്ട്. ഇതിന് പ്രയത്നിച്ച അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ നന്ദി പറഞ്ഞതുകൊണ്ട് ഇതിന് എല്ലാവിധ സഹായങ്ങളും എന്നെ സഹായിച്ച ജിടെക് മാനേജ്മെന്റ് കമ്പനിക്കും എല്ലാവിധ ആശംസകളും പറഞ്ഞു ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഇത്തവണത്തെ LSS പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ വിജയികളെ സമ്മാനിച്ച് മികച്ച നേട്ടം കൈവരിച്ച CKA GLP സ്കൂളിനെ ചടങ്ങിൽ പ്രത്യേകമായി അനുമോദിച്ചു. സ്കൂളിൽ നിന്ന് 26 വിദ്യാർത്ഥികളാണ് LSS പരീക്ഷയിൽ മികച്ച വിജയം നേടിയത്. ചടങ്ങിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജ്ന സിയാദ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ ബൈജു ചെമ്പ്ര, കെ ഷാഹുൽ ഹമീദ്, നിഷ കെ മാധവൻ, പഞ്ചായത്ത് അംഗങ്ങളായ CT ചെറി, T ഉമ്മർകുട്ടി, KV സിന്ധു, EP മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവരും മറ്റ് പഞ്ചായത്ത് ജനപ്രതിനിധികളും ചടങ്ങിൽ സംബന്ധിച്ചു. മമ്പാട് GMLP സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ LSS വിജയികളെ ആദരിച്ചു. ഇതോടൊപ്പം സ്കൂളിലെ പുതിയ സൗണ്ട് സിസ്റ്റത്തിന്റെ ലോഞ്ചിങ്ങും നടത്തി. മമ്പാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാലോട് നിഷാദ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ ഒരു മാറ്റം ഉണ്ടാകുന്നത് 1956 ഒരു കേരളം എന്ന് പറയുന്ന രൂപത്തിലേക്ക് ഭാഷാടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാനം രൂപീകരിക്കുന്നതോടുകൂടിയിട്ടാണ്. ആ ഭാഷാടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാനം രൂപീകരിച്ചതോടുകൂടി 4-5-6 മാസം പിന്നിട്ട് ഒരു ഏപ്രിൽ മാസം 5-ാം തീയതിയോടുകൂടി കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിനകത്ത് ഒരു ഗവൺമെൻറ് വരുന്നു, ഒരു പുരോഗമന കാഴ്ചപ്പാടോടുകൂടിയുള്ള ഒരു ഗവൺമെൻറ് വരിക. ആ ഗവൺമെൻറ്റാണ് ഈ നാടിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള തുടക്കം കുറിക്കുന്നത്. 2 പ്രധാനപ്പെട്ട ബില്ലുകൾ. യൂണിറ്റ് പ്രസിഡന്റ് KP രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൽ B ബാലചന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ടും P ഗോപി സംഘടനാ റിപ്പോർട്ടും T വേലായുധൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ചടങ്ങിൽ KP മൂസ, KP സത്യനാഥൻ, KP ഭാസ്കരൻ, T ബാലചന്ദ്രൻ, M രാജഗോപാലൻ, K കുമാരൻ, P ശശികുമാർ, A കോമളവല്ലി, PS മുരളീധരൻ, CK അബ്ദുൽ ബഷീർ എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളായി KP രവീന്ദ്രൻ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റുമാരായി K അച്യുതൻ, M ചന്ദ്രമതി, സെക്രട്ടറി B ബാലചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറിമാരായി ബേബിദാസൻ, T ബാലചന്ദ്രൻ, ട്രഷററായി T വേലായുധൻ എന്നിവരെ തെരഞ്ഞെടുത്തു. നോക്കാം പ്രേക്ഷകരെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വർഷങ്ങളായി സംസ്ഥാനത്തെ അധ്യാപകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് സർക്കാർ പരിഹാരം കാണുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ഷംസുദ്ദീൻ. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്തും ജില്ലാ ഭരണകൂടവും സംയുക്തമായി നടപ്പിലാക്കുന്ന ജനസാക്ഷ്യം അദാലത്ത് ഓഗസ്റ്റ് 1 വണ്ടൂരിൽ നടക്കും. അദാലത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവലോകന യോഗം വണ്ടൂരിൽ ചേർന്നു. കോൺഗ്രസ് അക്രമകലാപങ്ങൾക്കെതിരെ പ്രതിഷേധം. BJP ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂരിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. വാണിയമ്പലത്ത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ തകർന്ന് ശുദ്ധജലം പാഴാകാൻ തുടങ്ങിയിട്ട് 8 മാസം.
ജില്ലാ ഭരണകൂടത്തിനടക്കം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയുമില്ല. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം. വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവും അതിശയിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും. നിലമ്പൂർ ഫാസ്റ്റ് ഏതെടുത്താലും 199 രൂപ മാത്രം. 199 രൂപയുടെ മഹാത്ഭുതം. ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ ഗ്രൗണ്ട്, കോടതിപ്പടി, മഞ്ചേരി റോഡ്, നിലമ്പൂർ. പിട്ടാപ്പിള്ളിൽ ഏജൻസി, വെള്ളിയന്തോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. വരൂ, നിങ്ങളുടെ ഇഷ്ടവാഹനം ഏറ്റവും വിശ്വസ്തയോടുകൂടി തെരഞ്ഞെടുക്കൂ. ഓട്ടോ പാലസ്, ഊട്ടി മെയിൻ റോഡ്, കലാസാഗർ, എടക്കര. ഫോൺ 9539107485. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപോയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പു നൽകുന്നു. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. പരമ്പരാഗത രുചിയോടെ മൃദുവായ ഇഡ്ലിയും മുരിഞ്ഞ ദോശയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അടുക്കളയിൽ നിറയട്ടെ ഉന്നതമായ രുചിയും ഗുണനിലവാരവും. കുടുംബത്തിൽ പുലരട്ടെ ആരോഗ്യവും സന്തോഷവും. രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്.